തന്റെ ജന്മദിനാഘോഷത്തിൽ എത്താൻ കഴിയാത്ത വിദ്യാർത്ഥികൾ പരിഭവം പറഞ്ഞതോടെ അവർക്കായി അവൾ പ്രത്യേകം മധുരം വാങ്ങി നൽകി. കൂട്ടുകാരെയെല്ലാം സന്തോഷപ്പെടുത്തിയ ശേഷം അവൾ നേരെ ഹോസ്റ്റൽ മുറിയിലേക്ക് പോയത് മരണം ഏറ്റുവാങ്ങാനായിരുന്നു. കഴിഞ്ഞ ദിവസം ഹോസ്റ്റൽ മുറിയിൽ ജീവനൊടുക്കിയ 19-കാരിയുടെ മരണവാർത്ത ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടത്. ഇതിനു പിന്നാലെ പെൺകുട്ടി എഴുതിയ ഒരു കുറിപ്പും നൊമ്പരമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കർണാടകയിലെ കൊടക് ജില്ലയിലെ ഹള്ളിഗട്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ 1-ാം വർഷ വിദ്യാർത്ഥിനിയായ തേജസ്വിനി ഹോസ്റ്റൽ മുറിയിൽ ജീവനൊടുക്കുന്നത്. മരണപ്പെടുന്നതിന്റെ 3 ദിവസം മുൻപായിരുന്നു തേജസ്വിനിയുടെ 19-ാം ജന്മദിനം. അന്ന് തേജസ്വിനി തന്റെ സുഹൃത്തുക്കൾക്കായി ഹോസ്റ്റലിൽ വെച്ച് ഒരു പാർട്ടി ഒരുക്കിയിരുന്നു. ആഘോഷവേളകൾക്കിടയിലെല്ലാം തേജസ്വിനിയെ വളരെ സന്തോഷവതിയായാണ് കാണപ്പെട്ടത്. കേക്ക് മുറിച്ചും പാട്ടുപാടിയും ഭക്ഷണം കഴിച്ചുമെല്ലാം അവർ അത് ഗംഭീരമായി തന്നെ ആഘോഷിക്കുകയും ചെയ്തു. തുടർന്ന് പിറ്റേന്ന് കോളേജിലെത്തിയ വിദ്യാർത്ഥിനിയോട് ക്ലാസ്സിലെ മറ്റു കുട്ടികൾ പരിഭവം പങ്കിടുകയായിരുന്നു. ഇതോടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്കെല്ലാം തേജസ്വിനി മധുരം വാങ്ങി വിതരണം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ക്ലാസ് കഴിഞ്ഞ ശേഷം തേജസ്വിനി വൈകുന്നേരം 4 മണിയോടെ ഹോസ്റ്റൽ മുറിയിലെത്തി. പിന്നീട് 4:30 ബാക്കിയുള്ള സുഹൃത്തുക്കൾ മുറിയിലേക്ക് എത്തുന്നത്. നിരവധി തവണ വാതിലിൽ തട്ടി വിളിച്ചിട്ടും മുറിയിൽ നിന്ന് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് പെൺകുട്ടിയുടെ ഫോണിലേക്ക് ബന്ധപ്പെട്ടുവെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല. പിന്നീട് ഹോസ്റ്റൽ വാർഡനെ വിവരം അറിയിക്കുകയും അവരെത്തി വാതിൽ ബലമായി തുറന്ന് അകത്തു കയറിയപ്പോഴാണ് തേജസ്വിനിയെ തൂങ്ങിയ നിലയിൽ കാണപ്പെടുന്നത്. സമീപത്ത് തന്നെയായി ഒരു കുറിപ്പുമുണ്ടായിരുന്നു. അക്കാദമിക് പരാജയമാണ് ജീവനൊടുക്കാൻ കാരണമായത് എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പായിരുന്നു മുറിയിൽ നിന്നും കണ്ടെത്തിയത്. 6 വിഷയങ്ങളിൽ പരാജയപ്പെട്ട ദുഃഖം താങ്ങാനാവാതെയാണ് ജീവിതം അവസാനിപ്പിക്കുന്നതെന്നും തേജസ്വിനിയുടെ കുറിപ്പിൽ പറയുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് കോഴ്സ് വിദ്യാർത്ഥിനിയായ തേജസ്വിനി മാതാപിതാക്കളുടെ ഏക മകൾ കൂടിയാണ്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായ അന്വേഷണത്തിൽ ആത്മഹത്യയാണ് എന്ന് തന്നെയാണ് കരുതുന്നതെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. എന്തായാലും തേജസ്വിനിയുടെ മരണത്തിന്റെ ഞെട്ടലിൽ നിന്നും സഹപാഠികളൊന്നും ഇതുവരെയും മുക്തരായിട്ടില്ല. അവസാന നിമിഷം വരെയും ക്ലാസ്സിൽ കളിച്ചു ചിരിച്ചു നടന്ന പെൺകുട്ടി പൊടുന്നനെ ഇങ്ങനെ മരണമേറ്റുവാങ്ങിയത് ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.